കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് അഥവാ ഒരു രാസപ്രവർത്തനം തന്നിട്ട് ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ ഓക്സിജൻ സംഭവിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതാൻ പോവാണ്. നേരെ ക്വസ്റ്റ്യനിൽ പോവാം. Na+Cl2 gives NaCl. മക്കളെ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഓക്സിജൻ സംഭവിച്ചത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് കിടക്കുന്നവന് എന്തായിരിക്കും? ഓക്സിഡേഷൻ 0 ആയിരിക്കും. ക്ലോറിൻ ഇവിടെ 0 ആണ്. ഇവിടെ ക്ലോറിന്റെ -1, സോഡിയത്തിന്റെ +1. മക്കളെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കാനുള്ളൂ. ഇവിടെ 0-ൽ കിടക്കുന്ന സോഡിയം ഇപ്പുറത്ത് എത്തിയപ്പോഴേക്കും എന്തായി? +1 ആയി അല്ലെ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടി കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിച്ചു മക്കളെ? ഓക്സിഡേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിച്ചു എന്നാണ് നമ്മൾ വിളിക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഇവിടെ സോഡിയത്തിന്റെ ഓക്സീകരണ നമ്പർ 0 ആണ്. ഇവിടെ സോഡിയത്തിന്റെ +1 ആണ്. അപ്പൊ 0-ൽ നിന്ന് +1-ലേക്ക് ചാടിയാൽ അല്ലെങ്കിൽ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ സംഭവിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കാമല്ലോ സാറേ അപ്പൊ കുറഞ്ഞാലോ? ഇവിടെ നോക്കി നിങ്ങൾ, ക്ലോറിന്റെ 0 ആണ്, പക്ഷെ ക്ലോറിന്റെ ഇവിടെ -1 ആണ്. അപ്പൊ 0-ൽ നിന്ന് ക്ലോറിൻ എന്ത് സംഭവിച്ചു? -1-ലേക്ക് വന്നു. അപ്പൊ കുറയാണ്. അപ്പൊ അവിടെ റിഡക്ഷൻ സംഭവിച്ചു അല്ലെങ്കിൽ നിരോക്സിജൻ സംഭവിച്ചു എന്നാ പറയാം. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിച്ചത് ആർക്കാണെന്നുള്ളതാണ്. ഉത്തരം സോഡിയത്തിനാണ് ഇവിടെ എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിച്ചത്. കാരണം ഇവിടെ സോഡിയത്തിന്റെ ഓക്സീകരണ നമ്പർ 0 ആണ്. ആ 0-ൽ കിടന്ന സോഡിയം ഇവിടെ +1 ആയി. സോ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ലഭിക്കണോ? നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ താഴത്തെ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.